Good evening. ഇന്ന് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിൽ ആറാമത്തെ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് അവിടെ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ആയിരുന്നു. ഓക്കെ, ന്യൂക്ലിയസിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ മോഡൽസ് ആണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ്. നമുക്ക് മെയിൻലി അവിടെ 2 മോഡൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ, മറ്റൊന്ന് ഷെൽ മോഡൽ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ അല്ലോ റേഡിയോ ആക്ടിവിറ്റി ആയിരുന്നു. അവിടെ നമ്മൾ ആൽഫ ഡി കെ എന്താണ്, ബീറ്റ ഡി കെ എന്താണ്, ഗാമ ഡി കെ. അപ്പോൾ ഇവർ മൂന്നിന്റെയും പ്രോപ്പർട്ടീസോ എങ്ങനെ നമുക്ക് ഇത് ഡീകേ സംഭവിക്കുന്നത്, ഇതിന്റെ കൈനമാറ്റിക്സ് എന്താണ്, ഇതിനെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ റേഡിയോ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹാഫ് ലൈഫ് ടൈം അതൊന്നും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് നമ്മൾ അതൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിൻലി നിങ്ങളുടെ ഈ ഒരു സിലബസ് പ്രകാരം മുൻപത്തെ സിലബസിന് ഹാഫ് ലൈഫ് ഇതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴത്തെ സിലബസിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അതിനകത്ത് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു ഹാഫ് ലൈഫിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് വന്നൊരു ചാപ്റ്റർ ആണ് ന്യൂക്ലിയർ റിയാക്ഷൻ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ എന്താണ്, കൺസർവേഷൻ ലോസ് എന്താണ്, അതുപോലെ തന്നെ ക്യൂ വാല്യൂ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ എന്ന് നമുക്ക് പറയാം ഈ ഒരു ആറാമത്തെ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ന്യൂക്ലിയർ റിയാക്ഷനകത്ത് വരുന്ന 2 ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു 4ാമത്തെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ, കാരണം നമ്മൾ ഇവിടെയും ക്യൂ വാല്യൂസും ആ ഒരു റിയാക്ഷന്റെ കൈനറ്റിക് എനർജി ഇതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അങ്ങനെ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് ഈ ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ എന്ന ചാപ്റ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷനിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ട ന്യൂക്ലിയർ ഫിഷൻ എന്തെന്നാണ്, അതിനുശേഷം നമ്മൾ എന്ത് ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ന്യൂക്ലിയർ ഫിഷനെ ബന്ധപ്പെട്ട് തന്നെ അതിന്റെ എനർജി റിലീസ് എന്താണ്, അതുപോലെ തന്നെ ബോർ വീലർ തിയറിയാണ് ന്യൂക്ലിയർ ഫിഷനെ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ വെച്ച് കമ്പയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു തിയറിയാണ്. ഓക്കെ, ബോർ വീലർ തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ, നിങ്ങൾ സെക്കൻഡ് യൂണിറ്റിൽ പഠിച്ച ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ബേസ് ചെയ്ത് എന്ത് ചെയ്തു, അവിടെ ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന രീതിയിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അത് നമുക്ക് നോക്കണം. ദെൻ ചെയിൻ റിയാക്ഷൻ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ, ക്രിട്ടിക്കൽ സൈസ്, അറ്റോമിക് ബോംബ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന സെക്ഷനിൽ നോക്കിയിട്ട്. അതിനുശേഷം വരുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ, സോഴ്സ് ഓഫ് സ്റ്റെല്ലാർ എനർജി, തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ, ഹൈഡ്രജൻ ബോംബ്, കൺട്രോൾ തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻസ്, മാഗ്നറ്റിക് ബോട്ടിൽ ടൊക്കാമാക്ക്, ഇനിഷ്യൽ കൺഫൈൻമെന്റ് ആൻഡ് ഓക്കെ ലാസ്റ്റ് ടോപ്പിക് ന്യൂക്ലിയർ പവർ ഇൻ ഇന്ത്യ. ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഓരോ ടോപ്പിക് ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു എസ്റ്റിക്സിനകത്തുള്ള ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെറിവേഷൻ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്, തീരെയും കുറവാണ്. അപ്പോൾ ഡെറിവേഷൻ കുറവായതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ ടോപ്പിക്കും എന്ത് ചെയ്യാം, അവർക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ന്യൂക്ലിയർ ഫിഷൻ തന്നെ വേണമെങ്കിൽ അവർക്ക് 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം, 3 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം, 15 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ പോലെ അറിഞ്ഞിരിക്കാം. ഓക്കെ, നമുക്കവിടെ ഇക്വേഷൻ ബേസ് തീരെയും കുറവാണ്, ഡെറിവേഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിയറി പഠിക്കുന്ന പോലെ, തിയറി പേപ്പർ പഠിക്കുന്ന പോലെ എന്ത് ചെയ്യാം, ആ തിയറിയോട് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്, ഇതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എത്ര മാർക്കാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ബേസിക്കലി നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ വേണ്ടത്. അതിപ്പോൾ ഈ പേപ്പർ എന്നല്ല, ഏത് പേപ്പർ ആയാലും. ഓക്കെ, അതുകൊണ്ട് ആദ്യം ഒന്ന് ഇതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ, അപ്പോൾ നമ്മളവിടെ വെറുതെ ഇക്വേഷൻ മാത്രം എഴുതി വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു കാര്യവും ഇല്ല. ഓക്കെ, ഇക്വേഷൻ മാത്രം എഴുതിയിട്ട് ഈ ഒരു ന്യൂക്ലിയർ ഫിഷൻ നമുക്ക് പ്രത്യേകിച്ച് മാർക്ക് കിട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ എന്താണ് ഫ്യൂഷൻ, എങ്ങനെ വർക്ക് ചെയ്യുന്നു, അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഇതിനകത്ത് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ബേസിക് ആയിട്ട് എന്ത് ചെയ്യണം, അത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് നോക്കാം. ഫിഷൻ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അപ് ടു ചെയിൻ റിയാക്ഷൻ വരെ നമുക്ക് എന്ത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ദാറ്റ് ഈസ് അബൌട്ട് ദ ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ ബേസിക്കലി ഏറ്റവും സിമ്പിൾ ടേംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഷൻ എന്ന പ്രോസസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫിഷൻ എന്ന ഒരു വേർഡ് ശരിക്കും നമുക്ക് ഒരു ലാർജ് ആയിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുക, ചെറുതാക്കുക. ഓക്കെ, ലാർജർ ആയിരിക്കും ഫിഷൻ എന്ന വാക്കിന്റെ കേട്ടോ പറഞ്ഞു. ഫിഷൻ ലാർജറിനെ എന്ത് ചെയ്യുക, ലാർജറിനെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുക, സ്മോളർ ആക്കി മാറ്റുക. ഓക്കെ, സ്മോളർ ഒരു വലിയൊരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, പൊട്ടിച്ച് ചെറിയ ചെറിയ പാർട്ടാക്കി മാറ്റുക. അപ്പൊ അത് നമ്മൾ ഫിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഫ്യൂഷൻ എന്ന വാക്ക് എന്താണ്, ഫ്യൂഷൻ ഫ്യൂസ് ചെയ്യുക. ഓക്കെ, ഫ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ആ ചെറിയ 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 പാർട്ടിക്കിൾസ് എല്ലാം കൂടി അടുക്കി പറക്കി എന്ത് ചെയ്യുക, ഒരു വലിയ പ്രോഡക്റ്റ് ആക്കി മാറ്റുക. അപ്പൊ അതാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു, സ്മോളർ ടു ലാർജർ ആയിരിക്കും. ഓക്കെ, ലാർജർ ആയിരിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു ഫിഷൻ ഫ്യൂഷൻ എന്നതിന്റെ ബേസിക് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ്. അതായത് ഫിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതാക്കിയിരിക്കുന്നതെല്ലാം ചെറുതാക്കി മാറ്റുക, ഫ്യൂഷൻ മീൻസ് ചെറുതാക്കിയിരിക്കുന്നതെല്ലാം വലുതാക്കി മാറ്റുക. ഓക്കെ, ആ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു സംശയം, ഈ സണ്ണിൽ നടക്കുന്നത്, ഓക്കെ,
അപ്പൊ നമുക്കൊരു സംശയം തോന്നാം ഈ സണ്ണിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ സണ്ണിൽ നടക്കുന്ന ഫ്യൂഷൻ ആണ് കേട്ടോ, മാറിപ്പോയല്ലോ. ഫ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത് സണ്ണിൽ, നമ്മുടെ സ്റ്റാർസിലൊക്കെ. സൺ ഒരു സ്റ്റാർ ആണല്ലോ. അപ്പൊ സ്റ്റാർസിലെല്ലാം നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ നമുക്ക് ഭൂമിയിൽ നടത്താൻ അത്രയും ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് എനർജിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അത്രയും ടെമ്പറേച്ചർ കൂടും. ഓക്കെ, ഈ ഫ്യൂഷൻ റിയാക്ഷൻ എപ്പോഴും സ്റ്റാർസിൽ, സ്റ്റെല്ലാർ ഒബ്ജക്റ്റിലാണ് നടക്കുന്നത്. ഓക്കെ, ഔട്ടർ സ്പേസിൽ സ്റ്റെല്ലാർ ഒബ്ജക്റ്റിൽ, മെയിൻലി നമ്മുടെ സൺ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം നമുക്ക് എന്ത് സണ്ണിന് ലൈറ്റ് കിട്ടുന്നത്. അപ്പോൾ സൺ ഒരു സ്റ്റാർ ആണ്. അപ്പോൾ ബാക്കി സ്റ്റാർസിൽ എന്ത് ചെയ്യാം, അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാം. അപ്പോൾ അതിലൊരു എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണമെങ്കിൽ ഇവിടെ നോക്കുക. ഇവിടെ ഫ്യൂഷന്റെ സ്പെല്ലിംഗിൽ യു ഉണ്ട്, എസ് ഉണ്ട്, എൻ ഉണ്ട്. ഓക്കെ, എസ് യു എന്നിലെ സൺ. അപ്പോൾ സണ്ണിലുള്ള എല്ലാ ലെറ്റേഴ്സും ഉള്ളത് ഏതിലാണ്, ഫ്യൂഷനിലാണ്. ഓക്കെ, അപ്പോൾ മാറിപ്പോവാണെങ്കിൽ എന്ന് വെച്ചിട്ട് പറഞ്ഞു തരുന്നതാണ്, ഒരു കോഡ് പോലെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ സൺ, എസ് യു എൻ, സൺ എന്നുള്ള എല്ലാ വാക്കും ഈ ഫ്യൂഷൻ, എഫ് യു എസ് ഐ ഒ എൻ, അതിൽ യു ഉണ്ട്, എസ് ഉണ്ട്, എൻ ഉണ്ട്. ഓക്കെ, ഈ മൂന്ന് വാക്കും വരുന്ന ഏതിലാണ്, ഫ്യൂഷനിലാണ്. മറ്റേ യു ഇല്ല, ഫിഷൻ എന്ന റിയാക്ഷനിൽ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. ഫ്യൂഷൻ റിയാക്ഷൻ ആണ് സണ്ണിൽ നടക്കുന്നത്. സണ്ണും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റെല്ലാർ ഒബ്ജക്റ്റും എല്ലാം നടക്കുന്ന ഈ ഒരു ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതോടെ ബേസിക്കലി അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് ഫ്യൂഷനും ഫിഷനും തമ്മിലുള്ള വ്യത്യാസം. ഫിഷൻ എന്ന് പറയുമ്പോൾ ലാർജ് ആയിരിക്കുന്ന ഒരു പാർട്ടിക്കിളിനെ ചെറുതാക്കി മാറ്റുക. അപ്പൊ നമുക്ക് ഇത് ചെറുതാക്കി മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമല്ല, നമുക്ക് ചെറുതാക്കി മാറ്റുമ്പോൾ അവിടെ എന്ത് വേണം, നല്ലൊരു എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യണം. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ ആണ് നമ്മുടെ ഈ പവർ പ്ലാന്റുകൾ, തെർമൽ പവർ പ്ലാന്റിലൊക്കെ നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. അപ്പൊ അത് കൺട്രോൾഡ് ഫിഷൻ ആയിരിക്കും. ഓക്കെ, കൺട്രോൾഡ് ഫിഷൻ അല്ലാത്ത ഫിഷൻ നടക്കുന്നത് എന്തിലായിരിക്കും, അറ്റോമിക് ബോംബ്സിലായിരിക്കും. ഓക്കെ, ബോംബിലൊക്കെ നടക്കുന്നത് എന്താണ്, അത് അൺകൺട്രോൾഡ് ഫിഷൻ ആണ്. കാരണം അതോടെ എത്ര എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ പോകുന്ന സ്ഥലത്ത് ഏതാണ് ബോംബ് ഇടേണ്ട അവിടെ നശിപ്പിക്കുക, അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂക്ലിയർ ഫിഷൻ കൺട്രോൾഡ് ഉണ്ട്, അൺകൺട്രോൾഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെ നമുക്ക് ആ ഒരു കൺട്രോൾഡ് രീതി നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് എനർജി മാത്രം റിലീസ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പൊ അതിലൊക്കെ നടക്കുന്ന കൺട്രോൾഡ് ഫിഷൻ എന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ ഫിഷൻ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് എ ഹെവി ആറ്റം ഇൻടു ടു ഓർ മോർ ലൈറ്റർ ന്യൂക്ലിയർ വിത്തിൻ ദ റിലീസ് ഓഫ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ന്യൂക്ലിയർ ഫിഷൻ. എന്താണ് ഒന്ന് പറഞ്ഞുതരാം. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ലാർജ് അല്ലെ ഹെവി ആറ്റത്തിനെ, ഓക്കെ, ഹെവി ആറ്റം എന്ത് ചെയ്യുന്നു, ഹെവി ആറ്റം ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, എന്തായിട്ട്, ടു ഓർ മോർ ലൈറ്റർ ന്യൂക്ലിയർ. ഒരു ഹെവി ആറ്റം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് യുറേനിയം ആറ്റം ആണ്. യുറേനിയം 235. ഓക്കെ, യുറേനിയം 235 എടുക്കുകയാണ്. അപ്പോൾ അതൊരു ഹെവി ആറ്റം ആണ്. അപ്പോൾ അതെന്ത് ചെയ്യും, ആ ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് എന്ത് ചെയ്യും, ഡിസന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ട്രമൻഡസ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ മൂന്ന് കാര്യം അവിടെ വരണം. അതിന്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഒന്ന് ഹെവി ആറ്റം ആണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന, ഹെവി ആറ്റം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ടു ഓർ മോർ ലൈറ്റർ ന്യൂക്ലിയർ വരുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ഹെവി ആറ്റം വേണം. രണ്ടാമത്തെ കാര്യം ടു ഓർ മോർ ലൈറ്റർ ന്യൂക്ലിയർ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ലൈറ്റർ ന്യൂക്ലിയർ വേണം. പിന്നെ എന്താണ്, കൂടെ എന്ത് വേണം, ഒരു എനർജി റിലീസിങ് കൂടി വേണം. ഓക്കെ, ഒരു ലാർജ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി കൂടി എന്ത് ചെയ്യണം, അവിടുന്ന് റിലീസ് ചെയ്യണം. അപ്പൊ ഈ മൂന്ന് പോയിന്റ്സ് വന്നാൽ മാത്രമേ ന്യൂക്ലിയർ ഫിഷന്റെ ഡെഫിനിഷൻ അവിടെ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതോടെ അറിഞ്ഞിരിക്കുക. ഒന്ന് ഹെവി ആറ്റം ആയിരിക്കണം, മറ്റൊന്ന് രണ്ടിൽ കൂടുതൽ ടു ഓർ മോർ ലൈറ്റർ ന്യൂക്ലിയർ അവിടെ ജനറേറ്റ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം അവിടുത്തെ എനർജി റിലീസിങ് എന്തായിരിക്കും, ഹൈ ആയിരിക്കണം. അപ്പൊ ഈ മൂന്ന് പോയിന്റ്സ് വരുന്ന സമയത്ത് ന്യൂക്ലിയർ ഫിഷന്റെ ഡെഫിനിഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതോടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഡെഫിനിഷൻ അവിടെ എഴുതുക. ഇപ്പൊ 1 മാർക്കിന് ചോദിച്ചാലും എത്ര മാർക്കിനാണ് ചോദിക്കുന്ന കാര്യമില്ല, എന്തായാലും ഈ ഒരു കാര്യം അവിടെ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ന്യൂക്ലിയർ ഫിഷൻ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു യുറേനിയം 235 ആറ്റം ആണ്. ഓക്കെ, യുറേനിയം 23592 ആറ്റം നമ്മൾ എന്ത് ചെയ്യും, അവിടെ എടുക്കുന്നത്. അപ്പൊ ഇതില് നമുക്ക് വെറുതെ ഇരിക്കുന്ന ഒരു യുറേനിയം ആറ്റം എന്ത് ചെയ്യില്ല, ആ ഒരു ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് നടക്കില്ല. ഓക്കെ, അപ്പൊ റേഡിയോ ആക്ടിവിറ്റി നടന്നാലും ന്യൂക്ലിയർ ഫിഷൻ അത് വ്യത്യാസമുണ്ട്. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ റേഡിയോ ആക്ടിവിറ്റി വെച്ച് ന്യൂക്ലിയർ ഫിഷൻ നടന്ന സമയത്ത് റേഡിയോ ആക്ടിവിറ്റി നടന്നു ചെയ്യാം, ബീറ്റ റേസ്, ആൽഫ റേസ് ഒക്കെ അവിടെ ജനറേറ്റ് ചെയ്യാം. അല്ലാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ന്യൂക്ലിയർ ഫിഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു സ്ലോ ന്യൂട്രോൺ എന്ത് ചെയ്യാം, അവിടെ കൊണ്ടുവന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു സ്ലോ ന്യൂട്രോൺ എന്ത് ചെയ്യുക, ഇത് വെച്ച് ഹിറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഒരു ടാർഗറ്റ് ആയിട്ടിരിക്കുന്നത് ഇപ്പൊ യുറേനിയം ആയിരിക്കും. നമ്മുടെ ടാർഗറ്റിലോട്ട് ഒരു ന്യൂട്രോണിനെ കൊണ്ട് എന്ത് ചെയ്യണം, അത് കൊണ്ട് ബൊമ്പാർഡ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ആ ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുന്ന സമയത്താണ് അത് അവിടെ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറും. കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആയി മാറിക്കഴിഞ്ഞാൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടത്തില്ല, സ്റ്റെബിലിറ്റി കുറയും. അപ്പൊ എന്ത് ചെയ്യും, എക്സ്ട്രാ എനർജി കിട്ടും, അങ്ങനെ സ്റ്റെബിലിറ്റി കുറയും. സ്റ്റെബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിനെ എനർജി റിലീസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, അത് ഡിഫറെന്റ് ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് മാറും. അപ്പോൾ അതിന്റെ ഇക്വേഷൻ വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഇതിന്റെ പ്രോസസ് നമുക്കിപ്പോൾ ഒരു സ്കീമാറ്റിക് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പൊ ഇതൊരു യുറേനിയം 235 ആറ്റം ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സ്ലോ ന്യൂട്രോൺ കൊണ്ടുവന്ന് ബോംബാർഡ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഒരു സ്ലോ ന്യൂട്രോൺ ഞാൻ ടാർഗറ്റിൽ നിന്ന് ഹിറ്റ് ചെയ്യിപ്പിച്ചു ഇവിടെ കൊണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾ ആക്സിലേറ്റർ പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ന്യൂട്രോൺ കൊണ്ടുവന്ന് ഇവിടെ ഒരു ഇതിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിൽ, ഒരു സ്റ്റേബിൾ ആയിരിക്കുന്ന ന്യൂക്ലിയസിൽ കൊണ്ടുവന്ന് യുറേനിയം ന്യൂക്ലിയസിൽ കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ന്യൂട്രോൺ ആണ് കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇത് എവിടെ ഒന്ന് ഹിറ്റ് ചെയ്യണം, ഈ ഒരു യുറേനിയം ആറ്റത്തിൽ വന്ന് ഹിറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ആക്സിലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമ്മുടെ പാർട്ടിക്കിൾ ആക്സിലേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ പാർട്ടിക്കിൾ ആക്സിലേറ്ററിനെ കുറിച്ച് പഠിച്ചത്. സിൻക്രോട്രോൺ, സൈക്ലോട്രോൺ, ബീറ്റാട്രോൺ ഇങ്ങനെ ഓരോ ഡിവൈസ് നമ്മൾ പഠിക്കാൻ കാരണം ഈ ഒരു യൂസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു ന്യൂട്രോൺ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു യുറേനിയം 235 ആറ്റത്തിൽ കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യിപ്പിച്ചു. ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഹിറ്റ് ചെയ്ത ഉടനെ ഇത് എന്ത് ചെയ്യില്ല, ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് നടക്കില്ല. അപ്പോൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും, ഇതിനൊരു എക്സ്ട്രാ എനർജി കിട്ടി ഇവിടെ ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയർ ഫോം ചെയ്യും. ഓക്കെ, ഒരു യുറേനിയം 235 ആറ്റത്തിന് ഒരു എക്സ്ട്രാ എനർജി കിട്ടും, അതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മാറും. അത് നമ്മൾ എന്താ പറയുന്നത്, അതൊരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നതിനെക്കാട്ടി അൺസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ആക്യുറേറ്റ് എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ അൺസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് മാറും. അപ്പോൾ ഇതിന് എന്ത് കിട്ടും, ഇതൊരു കോമ്പൗണ്ട് ന്യൂക്ലിയർ നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇനി അവിടെ നിന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക മീൻസ് ഇത് വേറെ എന്തെങ്കിലും എലമെന്റ് ആയിട്ട് മാറുക. നോർമലി ഇതിപ്പോ പല രീതിയിൽ മാറാം. ഓക്കെ, അപ്പോൾ അത് ഇന്ന രീതിയിൽ തന്നെ മാറണം എന്നൊരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അത് അതിന്റെ ഒരു സൈസും എനർജിയും ഹിറ്റ് ചെയ്യുന്ന ഒരു ന്യൂട്രോണിന്റെ എനർജിയും ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓരോന്നായിട്ട് മാറും. അപ്പോൾ ജനറലി നമുക്ക് ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും, വിച്ച് ഗീവ്സ് എക്സ് പ്ലസ് ഒയ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടിൽ കൂടുതൽ പ്രൊഡക്റ്റോടെ വരണം, ഒറ്റ പ്രോഡക്റ്റ് അല്ല രണ്ടിൽ കൂടുതൽ പ്രൊഡക്റ്റോടെ വരും. ഓക്കെ, ആ ഒരു കാര്യം എഴുതുക, അതുകൊണ്ടാണ് ഞാൻ എക്സ് പ്ലസ് ഒയ് എന്ന് എഴുതിയത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു അവിടെ വരുന്നുണ്ട്. ഓക്കെ, 2 or more ആണ് വരുന്നത്. എക്സ് പ്ലസ് വൈ പ്ലസ് എന്ത് ചെയ്യും, പിന്നെ കുറച്ച് ന്യൂട്രോൺസ് അവിടെ നിന്ന് എമിറ്റ് ചെയ്യും. ഓക്കെ, ന്യൂട്രോൺസ്. പിന്നീട് വരുന്നത് കുറച്ച് എനർജീസ് ആണ് കേട്ടോ, എനർജി. അപ്പൊ ഇത്രയാണ് ഒരു ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ആകെ കൊടുക്കുന്ന ഒരു യുറേനിയം ആറ്റം ആണ്. യുറേനിയം ആറ്റത്തിലാണ് നമ്മൾ ന്യൂട്രോൺ കൊണ്ട് ഹിറ്റ് ചെയ്യിപ്പിച്ചത്. ഹിറ്റ് ചെയ്യിക്കുന്ന സമയത്ത് അത് കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറിയതിനു ശേഷം ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരാനായിട്ട് എന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുന്ന സമയത്ത് പിന്നെ യുറേനിയം അല്ല വരുന്നത്, പിന്നെ എന്താണ് അതിന്റെ ഡോട്ടർ ന്യൂക്ലിയസ് പോലെ പ്രൊഡക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ടിലോട്ട് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സം ന്യൂട്രോൺസ് കൂടി എന്ത് ചെയ്യും, ന്യൂട്രോൺസും കുറച്ച് എനർജിയും കൂടി എന്ത് ചെയ്യുന്നു അവിടുന്ന് റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും പോയിന്റ്സ് അവിടെ ഓർത്തിരിക്കുക, ഈ ഒരു ഇക്വേഷൻ കൂടി അവിടെ നമ്മൾ എഴുതണം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഒരു നോർമലി ഒരു ഫിഷൻ റിയാക്ഷൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്കിവിടെ എഴുതാം. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പോകുന്നത് യുറേനിയം 235 ആറ്റം തന്നെയാണ്. ഓക്കെ, നമ്മളവിടെ എന്ത് ചെയ്യുന്നു, ഒരു ന്യൂട്രോൺ കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ന്യൂട്രോൺ 1. ഓക്കെ, ന്യൂട്രോൺ ഹിറ്റ് ചെയ്യിപ്പിച്ചു. ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നേരത്തെ പോലെ തന്നെ അവിടെ യുറേനിയം ഹയർ സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, 235 92 എന്ന ഹയർ സ്റ്റേറ്റിലോട്ട് ഒരു എക്സൈസ് സ്റ്റേറ്റിലോട്ട് ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയർ ഫോം ചെയ്തു. പിന്നീട് റിസൾട്ട് നമുക്ക് എന്തായിട്ട് ഫോം ചെയ്യാം, ദാറ്റ് ഈസ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ നമുക്കൊരു ബാരിയം 141 and 56 അതുപോലെ തന്നെ ക്രിപ്റ്റോൺ. ഓക്കെ, Kr92 36 പ്ലസ് ഇവിടെ ന്യൂട്രോൺ ഏകദേശം ഒരു 3 ന്യൂട്രോൺ ആണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഒരു സമയത്ത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു റിയാക്ഷൻ പ്ലസ് ക്യൂ എന്താണ് അവിടെ എനർജിയാണ് എന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ ഇതിൽ ഇങ്ങനെ തന്നെ വരണമെന്നില്ല, ബാരിയം ക്രിപ്റ്റോണും തന്നെ റിലീസ് ചെയ്യണമെന്നില്ല. ഇനി അവിടുത്തെ ആ ന്യൂട്രോണിന്റെ എണ്ണം മാറിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ബാലൻസ്ഡ് റിയാക്ഷൻ ആയിരിക്കണം. ഓക്കെ, ബാലൻസ്ഡ് റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ ഇതിന്റെ നമ്പറും ഇവിടുത്തെ നമ്പറും എന്തായാലും ഈക്വൽ ആയിരിക്കണം. അപ്പൊ അത് വെച്ച് നമ്മൾ ഇപ്പൊ ഈ എഴുതിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇതിലിപ്പോ 3 ന്യൂട്രോൺ വന്നല്ലോ, ഒരു ന്യൂട്രോൺ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തോട്ട് എന്ത് ചെയ്യാം, വേറെ എലമെന്റിനെ അവിടെ റിലീസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, 2 ന്യൂട്രോൺ മാത്രമായി കഴിഞ്ഞാൽ വേറെ എലമെന്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ അതും ഇതുപോലെ തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് യുറേനിയം 235 നമ്മൾ ഇരിപ്പുണ്ട് 92. ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ന്യൂട്രോൺ കൊണ്ട് ഹിറ്റ് ചെയ്യിപ്പിച്ചു, നേരെ അത് എക്സൈസ് സ്റ്റേറ്റിലോട്ട് പോകും, യുറേനിയം 235 ആയിട്ട് മാറി. 235 തന്നെയാണ് ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറി. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് സെനോൺ 140യും 54 പ്ലസ് Sr94 38 പ്ലസ് 2 ന്യൂട്രോൺ. ഓക്കെ, 2 ന്യൂട്രോൺ കുറച്ച് എനർജി എന്ത് ചെയ്യുന്നു അവിടെ റിലീസ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ വൈസ് നമുക്ക് മതി. നിങ്ങൾ 2 എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഈ ഒരു 2 എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം അവിടെ എന്നാ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ബാരിയം ക്രിപ്റ്റോൺ വരുന്നത്, സെനോണും സിർക്കോണിയാണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് വരുന്നത്. അപ്പൊ ഈ 2 എക്സാമ്പിൾസ് അവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കി പഠിച്ചു വെച്ചിരിക്കുക. ഇത് എഴുതിയാൽ മതി എക്സാമ്പിൾ ആയിട്ട്, ഈ 2 ഇക്വേഷൻ അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി ഇതില്
Q എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയാണ്. അപ്പൊ നമുക്ക് എനർജി എത്രയാണ് കണ്ടുപിടിക്കാം കേട്ടോ. എത്രയാണ് എനർജി റിലീസ് ചെയ്യുന്നത് നമുക്ക് അവിടെ അറിയണം. അപ്പൊ നമുക്ക് ഇതിനെ ഒരു ഇക്വേഷൻ വൈസ് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമ്മുടെ ആ ഒരു ലിക്വിഡ് ഡ്രോപ്പ് മോഡലിന്റെ ടേംസിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന അതുപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ബോർ വീലർ തിയറിയിൽ കുറച്ച് ഡീറ്റെയിൽ പറയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ആ ഒരു റെപ്രസെന്റേഷൻ ഫിഗർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് യുറേനിയം ആറ്റം. യുറേനിയം 23592 ഇതാണ് ഒരു ആറ്റം. അപ്പൊ ഇതിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ന്യൂട്രോൺ ഒന്ന് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇപ്പോൾ ന്യൂട്രോൺ ആണെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്യും. ഓക്കെ, ഹിറ്റ് ചെയ്യും. അപ്പൊ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതൊരു എക്സൈഡ് സ്റ്റേറ്റിലോട്ട് പോകും. അല്ലെങ്കിൽ അതൊരു എക്സൈഡ് സ്റ്റേറ്റിലോട്ട് മാറും. മനസ്സിലായോ? എക്സൈഡ് സ്റ്റേറ്റിലോട്ട് ഇത് മാറി. അതിന്റെ ആ ഒരു നമുക്ക് ലിക്വിഡ് ഡ്രോപ്പിലൊക്കെ വരുന്ന ഒരു സർഫസ് ടെൻഷനിൽ ഒരു വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതൊരു എൻലാർജ് ഷേപ്പിലോട്ട് മാറും. അപ്പൊ ഇതിനാണ് നമ്മൾ യുറേനിയം 23592 എക്സൈഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ന്യൂക്ലിയർ എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പൗണ്ട് ന്യൂക്ലിയർ എന്ന് പറയും. അപ്പൊ ഇതിങ്ങനത്തെ ഈ ഒരു സ്റ്റേറ്റിലോട്ട് വന്നു. ഇനി ഈ സ്റ്റേറ്റിൽ ഇത് എന്ത് ചെയ്യണം, ഇതിപ്പോ ഏകദേശം രണ്ടായിട്ട് മാറാറായി. രണ്ട് സ്പ്ലിറ്റിങ് നമ്മുടെ ഒരു അമീബയൊക്കെ ഇത് ചെയ്ത് പോകുന്നുണ്ടല്ലേ, പഠിച്ചിട്ടുണ്ടായിരിക്കും ബയോളജിയിൽ. അപ്പൊ അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, രണ്ടായിട്ട് മാറി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് എലമെന്റ്സ് ഇതിനകത്ത് കിട്ടും. ഒന്ന്, രണ്ട്. ഇത് രണ്ടായിട്ട് മാറും. അപ്പൊ ഇവിടെ ഒന്ന് കിട്ടിയത് എന്താണ്, ഇത് ക്രിപ്റ്റോണും 9236. ഇവിടെ എന്ത് കിട്ടി, ബാരിയം 56 141. ഓക്കെ, പിന്നെ എന്താണ് വന്നത്, 3 ന്യൂട്രോൺസ് കൂടി നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, എമിറ്റ് ചെയ്തു. ഓക്കെ, 3 ന്യൂട്രോൺസ് കൂടി ഇതിനകത്ത് നിന്ന് പുറത്തോട്ട് വന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് അതിനകത്ത് വന്നത്. ഓക്കെ, നോക്കുക. പിന്നെ എന്താണ്, പിന്നെ ആ ഒരു കാര്യം മറക്കല്ല, ചാർജ് ആ ഹീറ്റ് അല്ല എനർജി എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ +Q ഇടാതെ മിസ്റ്റേക്ക് ആവും, കാരണം നമുക്ക് അവിടെ എനർജി റിലീസിങ് ഉണ്ട്. ഓക്കെ, അതും ഒരു ഹൈ എമൗണ്ട് ഓഫ് എനർജിയാണ്. നമ്മൾ ഇനി കണ്ടുപിടിക്കുക എത്രയാണ് വാല്യൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജിയാണ് കൂടുതൽ, ഏകദേശം കിലോ വോൾട്ട് റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ നമുക്ക് അതാണ് നെക്സ്റ്റ് ഒക്കെ നോക്കേണ്ടത്. അപ്പൊ ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഇതൊരു സംഭവം നടക്കുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് ആ ഒരു ന്യൂക്ലിയർ ഫിഷൻ എന്ന റിയാക്ഷനിൽ ശരിക്കും നമുക്ക് അവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ആ ഒരു ന്യൂക്ലിയർ ഫിഷൻ എങ്ങനെ നടന്നു എന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാണ് അവിടെ ഒരു ട്രെമൻഡസ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നു, അവിടുന്ന് റിലീസ് ചെയ്യുന്നു. അപ്പൊ ഇനി എങ്ങനെ ആ ഒരു എമൗണ്ട് ഓഫ് എനർജി കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ആ എനർജി എന്ന് പറയുന്നത് തീരെ ചെറിയൊരു എനർജി ഒന്നുമില്ല. നമ്മൾ സാധാരണ ഒരു നോർമൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന ഒരു എനർജി പോലെയല്ല. ഇതെന്താണ്, ഇത് കൂടുതൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂസ് നമുക്കൊന്ന് ഡിറ്റർമിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇവിടെ നെക്സ്റ്റ് നോക്കാം, നമ്മുടെ സിലബസിൽ കിടക്കുന്ന സെക്കൻഡ് ടോപ്പിക് ആണ്, ദാറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് ഇൻ ഫിഷൻ. ഓക്കെ, ഫിഷൻ ടൈമിൽ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി. So during a nuclear fission reaction, a large amount of energy is released. This energy is released because the original mass of the nucleus is greater than the sum of the mass of the product produced after the fission. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ നമുക്ക് യുറേനിയത്തിനുള്ള യുറേനിയത്തിന് മാസ് ഉണ്ടാവും, ഒരു M എന്നൊരു മാസ് ഉണ്ടാവും. അപ്പൊ ഈ M എന്ന് പറയുന്നത് ശരിക്കും ഇപ്പുറത്തെ രണ്ട് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അപ്പൊ ഇതിന്റെ ഈ M1 + M2 എന്തല്ല ഇക്വലന്റ് അല്ല ഈ M എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തോ ഒരു മാസിന്റെ ഒരു ചേഞ്ച്, ഒരു വേരിയേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് യുറേനിയം ആറ്റത്തിനായിരിക്കും മാസ് കൂടുതൽ. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ മാസ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഫസ്റ്റ് നമുക്ക് ആ ഒരു റിയാക്ട് അല്ലെങ്കിൽ അവിടെ നമ്മൾ വെച്ചിരിക്കുന്ന യുറേനിയത്തിന്റെ എന്ത് ചെയ്തില്ല, നമുക്ക് അവിടെ മാസ് കിട്ടില്ല. ഓക്കെ, റിയാക്ടന്റിന്റെ മാസ് നമുക്ക് അവിടെ കിട്ടില്ല, ഒറിജിനൽ മാസ് ഓഫ് ന്യൂക്ലിയസിന്റെ മാസ്. ഓക്കെ, ക്യാപിറ്റൽ M എന്തായിരിക്കില്ല, ക്യാപിറ്റൽ M വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു M1 + M2 ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു രീതി വരുമ്പോൾ ശരിക്കും നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ച് ഏതൊരു കെമിക്കൽ റിയാക്ഷൻ ആയാലും മാസ് ഓഫ് ദ റിയാക്ടന്റ് ഷുഡ് ബി ഈക്വൽ ടു ദ മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ, അത് നമ്മൾ റിയാക്ടന്റ് ആയിട്ട് എടുക്കുന്ന ഏതെങ്കിലും ഒരു മാസ്, നമുക്ക് അവിടെ ഒരു എടുത്തു നമ്മൾ റിയാക്ഷൻ വേണ്ടി എടുക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഞാനിപ്പോൾ ഒരു 10 കിലോ ഒരു മാസ് ഉള്ള ഒരു കാര്യം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 10 കിലോഗ്രാം ഉള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഞാൻ രണ്ടുപേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 5 കിലോ + 5 കിലോയിലേ കൊടുക്കുള്ളൂ. ഓക്കെ, ഒന്ന് 5 കിലോ വീതം കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും 2 കിലോയും 8 കിലോയും കൊടുക്കും. അപ്പൊ ഇങ്ങനെ എന്ത് വന്നാലും എന്തായിരിക്കണം, ഇവിടുത്തെ ഈ ഒരു റിയാക്ടന്റും പ്രൊഡക്റ്റും എന്തായിരിക്കണം, എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, എല്ലാത്തിനും ചാർജസ് എപ്പോഴും ഈക്വൽ ആയാലും നമുക്ക് അതിന് മാസിന്റെ കൺസർവേഷൻ വെച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടുത്തെ കേസിൽ എങ്ങനെയല്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് ആ ഒരു ന്യൂക്ലിയസിന്റെ മാസ് ആയിരിക്കില്ല പ്രൊഡക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിന്റെ മാസ് എന്തായാലും കുറവായിരിക്കും. അപ്പൊ ഈ മാസ് എന്ത് ചെയ്ത് പോകുന്നു, ആ ഒരു മാസാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, ആ എനർജി ആയിട്ട് റിലീസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു ഹ്യൂജ് എമൗണ്ട്, ട്രമൻഡസ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്ന കാര്യം നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു ട്രമൻഡസ് എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇവിടുത്തെ ആ മാസ് എന്ത് ചെയ്യുന്നു, എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ മാസ് എനർജി കൺവേർഷൻ പറയുന്ന ഒരു തിയറി എന്താണ്, നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ എനർജി ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് E = mc². ഓക്കെ, മനസ്സിലായോ?
ഈക്വൽ ടു MC സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാസ് എന്തായിട്ട് മാറുന്നു? മാസ് ആ ഒരു ഒബ്ജക്റ്റ് സ്പീഡ് ഓഫ് ലൈറ്റിന് അടുപ്പിച്ചെത്തുന്ന സമയത്ത് മാസ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ മാസ് നമുക്ക് ശരിക്കും നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം മാത്രമേ നമുക്ക് മാസ് കൺസർവേറ്റീവ് ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണ്, കൺസർവേഷൻ ലോസ് ഒബേ ചെയ്യും എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ അതിന് ക്വാണ്ടം മെക്കാനിക്സിലോട്ടോ അതുപോലെ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിലോട്ടോ വരുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് മാറും? ആ മാസ് അവിടെ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യണം, ട്രാൻസ്ഫർ ഓഫ് എനർജി, എനർജിയിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ S4-ലൊക്കെ നിങ്ങൾ മാസ് ഈ ഒരു ഇക്വലൻസ് റിലേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. E=mc², സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്ന സമയത്ത് പറയുന്നുണ്ട്. അപ്പൊ അതാണ് അവിടുത്തെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ മാസ് എനർജിയിലോട്ട് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അങ്ങനെയാണ് എന്ത് നമുക്ക് ഇവിടെ അത്രയും എനർജികൾ കിട്ടുന്നത്. കാരണം ഇവിടെ ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാസ് ഉണ്ട്. അപ്പൊ മാസ് ശരിക്കും ഇവിടെ രണ്ട് പ്രൊഡക്റ്റിന്റെ മാസ് ആയിട്ട് മാറിയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അത്രയും എനർജികൾ കിട്ടില്ല. അപ്പൊ നോർമൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഒരു സാധാരണ കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ നമ്മളിപ്പോ 1 gram റിയാക്ടന്റ് എടുത്തു കഴിഞ്ഞാൽ 0.5 gram ഇത് എന്ത് ചെയ്യും? ആ രണ്ട് പ്രൊഡക്റ്റിനോട് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം? LH=RHS എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പൊ ഇവിടുത്തെ ആ ഒരു മാസ്, കുറച്ച് മാസ് ഡെൽറ്റ എം, നമ്മൾ മാസ് ഡിഫക്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു മാസ് ഡിഫക്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസിൽ അവിടെ ഒരു മാസ് ഡിഫക്ട് ഒക്കെ എടുത്തു തന്നായിരുന്നു. അപ്പോൾ അപ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നെയാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ബൈൻഡിങ് എനർജിയും അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഡെൽറ്റ എം, ആ മാസ് എന്തായി പോകുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, മാസ് അവിടെ എന്താവും? എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പൊ ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതില് 2-3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എനർജി ലിബറേറ്റഡ് പെർ ഫിഷൻ നമുക്കവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ കേസിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി റിലേഷൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ എനർജി റിലീസ്ഡ് ഡ്യൂറിങ് എ ഫിഷൻ. ഒരു ഫിഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് എത്രത്തോളം എനർജി റിലീസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ കേസ് നമുക്ക് ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് യുറേനിയം 235 92 പ്ലസ് ഒരു ന്യൂട്രോൺ കൊണ്ട് ഹിറ്റ് ചെയ്യിപ്പിച്ചാൽ കേട്ടോ. ഇവിടെ 2 ഒന്നും 3 കൊടുക്കേണ്ട, ഒറ്റ ന്യൂട്രോൺ കൊണ്ടാണ് ഹിറ്റ് ചെയ്യിപ്പിക്കുന്നു. നേരെ എന്ത് ചെയ്യുന്നു? കോമ്പൗണ്ട് ന്യൂക്ലിയർ ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് യുറേനിയം 235. ഓക്കെ, കോമ്പൗണ്ട് ന്യൂക്ലിയർ യുറേനിയം 236. ഓക്കെ, 92 എന്ത് ചെയ്യുന്നു? അവിടെ എന്താണ്? അത് കോമ്പൗണ്ട് ന്യൂക്ലിയർ ആയിട്ട് മാറുന്നുണ്ട്. ഇനി കോമ്പൗണ്ട് ന്യൂക്ലിയർ ആയിട്ട് മാറിയിട്ട് എന്ത് ചെയ്യും? കോമ്പൗണ്ട് ന്യൂക്ലിയർ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും അവിടെ സ്പ്ലിറ്റിംഗ് സംഭവിക്കും. ഓക്കെ, സ്പ്ലിറ്റിംഗ് സംഭവിച്ച് എന്താ കിട്ടുന്നത്? ബാരിയം കിട്ടാം 56 പ്ലസ് 92 36, പിന്നെ 3 ന്യൂട്രോൺസ്. ഓക്കെ, പിന്നീടാണ് എന്ത് എനർജി കൂടി വരുന്നത്. അപ്പൊ ഇത്രയാണ് അവിടെ റിയാക്ഷനിൽ നടക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇത്രയാണ് റിയാക്ഷനിൽ നടക്കുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബൈൻഡിങ് എനർജി കർവിന്റെ ടേംസ്, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ഒരു ബൈൻഡിങ് എനർജി കർവ് ഓർക്കുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, ആ ഒരു ബൈൻഡിങ് എനർജി കർവിന്റെ ടേംസ് പറയുന്ന സമയത്ത് അവിടെ ഏകദേശം ഒരു ഹെവി ന്യൂക്ലിയസിന്, അതായത് അറ്റോമിക് നമ്പർ നിയർലി ഈക്വൽ ടു 236 ഒക്കെ വരുന്ന ഒരു ഹെവി ന്യൂക്ലിയസുകൾക്ക് അവിടുത്തെ ആവറേജ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് കേട്ടോ. ഒരു പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് നമുക്ക് എനർജി റിലീസ് പെർ ഫിഷൻ, ഒരു ഫിഷനിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നതും കണ്ടുപിടിക്കണം. അപ്പൊ അതിനൊരു മെത്തേഡാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഒരു അറ്റോമിക് നമ്പർ ഏകദേശം ഒരു 236 ഒക്കെ വരുന്ന അറ്റോമിക് നമ്പറിൽ മാസ് നമ്പർ, ഓക്കെ, മാസ് നമ്പർ ഏകദേശം ഒരു 236 ഒക്കെ വരുന്ന ഒരു ഹെവി ന്യൂക്ലിയസിന് അതിന്റെ ആവറേജ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു നോർമലി ഒരു മീഡിയം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണെങ്കിൽ, ഓക്കെ, ഫോർ എ ന്യൂക്ലിയസ് വിത്ത് മീഡിയം വെയിറ്റ് ഇറ്റ് ഈസ് അബൌട്ട് 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരും കേട്ടോ. ഇത്രയാണ് വരുന്നത്, മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരും. അപ്പൊ ഇതില് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ദ ആവറേജ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അബൌട്ട് 0.9 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പാർട്ടിക്കിളിന് ഓക്കെ എത്ര വരാം? 0.9 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. More than the fission product that the compound nucleus
അപ്പോൾ ഇതിൽ നമുക്ക് നോർമലി ഒരു ഹെവി ന്യൂക്ലിയസ് ആണെങ്കിൽ ഏകദേശം 7 മെഗാ ഇലക്ട്രോൺ വോൾട്ടും ലൈറ്റ് ന്യൂക്ലിയസ് ആണെങ്കിൽ ഏകദേശം ഒരു 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടും എന്ത് ചെയ്യുന്നത് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് രണ്ട് ആ ഒരു നമ്മൾ ബൈൻഡിങ് എനർജി കർവ് വെച്ചിട്ടാണ് ഇത് രണ്ടും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എത്ര വരാം? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കിട്ടുന്ന ഏകദേശം ഒരു 0.9 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും അവിടെ വരുന്ന ആ ഒരു റിലീസിങ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ എനർജിയുടെ ടേംസിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഹെവി ന്യൂക്ലിയസ് ഇതിന്റെ കേസ്, പിന്നെ ലൈറ്റർ ന്യൂക്ലിയർ ഇവിടെ വരുന്ന ഈ ഒരു ബാരിയം ക്രിപ്റ്റോൺ അതിന്റെ ലൈറ്റർ ന്യൂക്ലിയർ കേസ് ആണ്. ഇപ്പൊ ആവറേജ് എന്ന് പറഞ്ഞു, കറക്റ്റ് വാല്യൂ എക്സാക്ട് വാല്യൂ ആവറേജ് വാല്യൂ. അപ്പൊ നമുക്ക് ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് 0.9 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ദാറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് പെർ ഫിഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടും ഈസ് ഈക്വൽ ടു 236 into 8.5 മൈനസ് 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും ചെയ്യുന്നത് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ മെഗാ ഇലക്ട്രോൺ വോൾട്ട് നല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഇക്വേഷൻ എടുത്തിട്ട് ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പോൾ ഇതിപ്പോൾ ഒരു യുറേനിയം 235ന്റെ ന്യൂക്ലിയർ ഫിഷൻ ടൈമിൽ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ 236 വന്നു. ബാക്കി നമ്മൾ അതിന്റെ എനർജി ഡിഫറൻസ് എടുത്തു. ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ്, ആ ഒരു എനർജി ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചത്. അപ്പോൾ ഇത് മൊത്തത്തിൽ എനർജി ടേംസിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, മാസ് റിലേഷനിലോട്ട് നമ്മൾ മാറ്റിയിട്ടില്ല. ഇതിപ്പോൾ നോർമലി ഇപ്പോൾ കിടക്കുന്ന എന്തിലാണ്? ഇതിപ്പോൾ നമ്മൾ എനർജി ടേംസ് തന്നെയാണ്. അപ്പോൾ എനർജി വെച്ചിട്ട് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ എനർജി വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഏകദേശം നമുക്കൊരു 212 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ നിന്ന് കിട്ടുന്ന എനർജി നടന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് അവിടെ എനർജി ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നത്? ഏകദേശം ഒരു 212 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ത് ചെയ്യണം അവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിന്റെ ഒരു ആക്യുറേറ്റ് വാല്യൂ അല്ല കിട്ടുന്നത്. ഓക്കെ, അതായത് കറക്റ്റ് ഒരു എക്സാക്ട് വാല്യൂ അല്ല കിട്ടുന്നത്, ഒരു നിയർ ബൈ വാല്യൂസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആ ഒരു എനർജി മാസ് റിലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ നിയറസ്റ്റ് വാല്യൂസ് ആയിരിക്കും, പക്ഷെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടില്ല? ഇവിടുത്തെ വാല്യൂ നമുക്ക് അവിടെ കിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ബൈൻഡിങ് എനർജി കർവിന്റെ ടേംസിലാണ് എന്ത് ചെയ്ത് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ. ഇപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ് കേട്ടോ, ഇത് മെത്തേഡ് നമ്പർ 1 ആണ്. മെത്തേഡ് 1 ആണ് നമ്മൾ ബൈൻഡിങ് എനർജി കർവിന്റെ ടേംസിൽ എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. മനസ്സിലായോ അത്? അപ്പോൾ നമ്മൾ യുറേനിയത്തിന്റെ എനർജി കറക്റ്റ് എനർജി അല്ല എടുക്കുന്നത്, എക്സാക്ട് എനർജി എടുക്കുന്നില്ല, ഒരു ആവറേജ് വാല്യൂ എനർജിയാണ് എടുക്കുന്നത്. ഏകദേശം 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരും. ഇനി പ്രൊഡക്റ്റിന്റെ ആണെങ്കിൽ ഏകദേശം എന്ത് വരും? 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എനർജി എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടും. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു 236 into 8.5 മൈനസ് 7.6 എന്ന് കിട്ടും. അവിടുത്തെ എനർജി ഏകദേശം ഒരു 212 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് ആ ഒരു കേസിൽ നമുക്ക് കിട്ടുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് 2. ഈ സെക്കൻഡ് മെത്തേഡിൽ നമ്മളോട് ചെയ്യാൻ പോകും, നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രൊഡക്റ്റിന്റെ കേസ് മാത്രം എടുത്തിട്ട്, ഓക്കെ, ദാറ്റ് ഈസ് കൺസിഡറിങ് ഓൺലി ദ ഫിഷൻ പ്രൊഡക്റ്റ്. ഓക്കെ, നമുക്ക് മെത്തേഡ് 2 നോക്കാം. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയർ ബിഫോർ ഫിഷൻ, അതായത് നമ്മളിപ്പോ ഈ ഒരു ന്യൂക്ലിയസിന്റെ ടോട്ടൽ മാസ് ബിഫോർ ഫിഷൻ സമയത്ത് ഇവിടെ മാസ് എത്രയാണ്? അതായത് യുറേനിയത്തിന് ഏകദേശം ഒരു 235 ഉണ്ട്, പിന്നെ നമ്മൾ ന്യൂട്രോൺ കൊടുക്കുന്നു. അപ്പോൾ ഒരു ഈ ഒരു സൈഡിൽ, അതായത് നമ്മുടെ LHS സൈഡിൽ ടോട്ടൽ ഇപ്പോൾ ഉള്ള മാസ് എത്രയാണ് കിട്ടുന്നത്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ന്യൂക്ലിയർ ബിഫോർ ഫിഷൻ. ഓക്കെ, ഫിഷന് മുമ്പുള്ള മാസാണ് എടുക്കുന്നത്. വിച്ച് വിൽ ബി ഈക്വൽ ടു, അപ്പോൾ നിങ്ങൾ ഫിഷന് മുമ്പ് എടുക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ ന്യൂക്ലിയസിന്റെ മാസ് എടുക്കാതിരിക്കല്ലേ, ഈ ഒരു ന്യൂട്രോണിന്റെ മാസ് എടുക്കാതിരിക്കല്ലേ, ഇതിന്റെ മാസ് കൂടെ എന്ത് ചെയ്യണം? നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അത് കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു ന്യൂട്രോണിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ന്യൂട്രോണിന്റെ മാസ് എത്രയാണ് വരുന്നത്? 1.0086 ആയിരിക്കും നമുക്ക് അവിടുത്തെ ന്യൂട്രോണിന്റെ മാസ് വരുന്നത്. പ്ലസ് അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഇപ്പോൾ യുറേനിയം അല്ലേ, ഇപ്പോൾ യുറേനിയം 236 ആ ഒരു മാസ് ഇക്വേഷൻ മാസ് വാല്യൂടെ എടുക്കുക, ഏകദേശം ഒരു 235.0439 ആണ് നമുക്ക് അടുത്ത വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ എടുത്തത് എന്താണ്? നമ്മൾ ആ ഒരു LHSന്റെ വാല്യൂ ആണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ LHSന്റെ വാല്യൂ ആണ് ഇവിടുത്തെ, ഈ LHS വാല്യൂ ആണ് ഇപ്പോൾ ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു വാല്യൂ കണ്ടോ, ഈ ഒരു വാല്യൂ ഇതാണ് നമ്മൾ RHS വാല്യൂ എന്ന് പറയുന്നത്. RHS അപ്പോൾ രണ്ടിടത്തും നോർമലി മാസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? എനർജി ഡിഫറൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഐൻസ്റ്റീന്റെ ഐൻസ്റ്റീന്റെ E=mc² എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് കൺവേർട്ട് ചെയ്ത് എനർജിയിലോട്ട് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയർ ബിഫോർ ഫിഷൻ ആണ്. ഇനി ഇതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് that is we have to find about the total mass of the nuclei after fission. ഓക്കെ, ഫിഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള അവിടുത്തെ ന്യൂക്ലിയസിന്റെ
മാസ്. അതായത് നമുക്ക് ഇവിടുത്തെ RHS വാല്യൂ ആണ് അടുത്ത് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത് RHS വാല്യൂ. അപ്പൊ RHS വാല്യൂ എന്ത് കിട്ടാം? RHS വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താ പോസിബിലിറ്റി ഉള്ളത്? RHS വാല്യൂല് ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ബാരിയം ഉണ്ട്, ഒരു ക്രിപ്റ്റോൺ ഉണ്ട്. അപ്പൊ ഇതിന് രണ്ട് മാസ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ആഫ്റ്റർ ഫിഷൻ. ഓക്കെ, ഫിഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള മാസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താ കിട്ടാം? ഫിഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? വിച്ച് വിൽ ബി ഈക്വൽ ടു ഒന്നാമത്തെ ബാരിയത്തിന്റെ അത് ഏകദേശം വന്നിട്ട് നമുക്ക് വരുന്നത് 140.883 ആണ്. ഓക്കെ, 883 പ്ലസ് പിന്നെ അടുത്ത് ക്രിപ്റ്റോൺ ഉണ്ടല്ലോ, അവിടെ ക്രിപ്റ്റോൺ വന്ന് 92 വരും. അത് ഏകദേശം വരുന്നത് എത്രയാണ്? 91.9262 വരും. പിന്നെ അവിടെ എന്തുണ്ട്? 3 ന്യൂട്രോൺസ് ഉണ്ട് കണ്ടോ, 3 ന്യൂട്രോൺസ്. അപ്പോൾ ഒരു ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.0086 ആണ്. ഓക്കെ, ഇൻറ്റു 3. ഞാനത് എനർജി അല്ലേ, അത് വേണ്ട നോക്കിട്ടല്ലോ. അപ്പോൾ ഇത്രയും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒന്നാമത്തത് ഇവിടെ എഴുതാം. ഇവിടുത്തെ വാല്യൂ ആൻസർ ഒക്കെ എടുക്കുന്നത്, ഇവിടുത്തെ ആൻസർ നമുക്ക് വരുന്നത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 236.0526 എന്ന് വരും. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ അവിടെ ആ ഒരു എക്സൈറ്റേഷൻ ടൈമിൽ ഒരു 236 എഴുതിയോ, നേരത്തെ നമ്മൾ 236 എഴുതിയതല്ലോ കണ്ടോ, യുറേനിയം 236 എന്ന് പറഞ്ഞ് അത് ശരിക്കും ഈ ഒരു മാസ് വെച്ചിട്ടാണ് 236 മാസ് ന്യൂട്രോണുകൾ അബ്സോർവ് ചെയ്തിട്ട് യുറേനിയം 236 ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എഴുതിയ സമയത്ത് തൊട്ട് മുൻപത്തെ ഇതിൽ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞതിൽ 235 ആണ്, ഒന്ന് കറക്റ്റ് ചെയ്തോളണേ, 236 ആയിട്ട് മാറ്റിക്കോ. ഓക്കെ, ഞാൻ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് പറ്റിയത്, അതെല്ലാം 236 ആണ്. ഓക്കെ, അത് മാറ്റുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ന്യൂട്രോണും കൂടി ക്യാപ്ചർ ചെയ്തിട്ട് യുറേനിയം 236 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. ഇതിപ്പോ നമുക്ക് RHS LHS വാല്യൂ ആണ്. ഇതിപ്പോ LHS വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. LHS വാല്യൂ എന്താണ്? LHS വാല്യൂ എന്ന് പറയുന്നത് which is equal to we are getting 236.05 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത RHS വാല്യൂ എത്രയാണ്? RHS വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്ന ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ that is we are getting 235.832. ഓക്കെ, 832 നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ LHS വാല്യൂ 236ഉം RHS വാല്യൂ എനിക്കിപ്പോൾ കിട്ടിയത് RHS which is equal to 235.835. ഓക്കെ, ഇതിൽ കിട്ടുന്നത് കണ്ടോ, ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിയാക്ടന്റിൽ നമ്മൾ ആദ്യം പറഞ്ഞ ന്യൂക്ലിയസിൽ ശരിക്കും LHS 236 ഉണ്ട്, പക്ഷെ RHS വരുന്ന സമയത്ത് 235 ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വേരിയേഷൻ 0.1 വ്യത്യാസമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 0.2 വ്യത്യാസമല്ലേ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ എന്താ ഇത്ര വിഷയം വരുന്നത്? അപ്പൊ അങ്ങനെയല്ല, ആ ഒരു ചേഞ്ച് തന്നെ എന്താണ്, വലിയൊരു എമൗണ്ട് ഓഫ് എനർജിയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു ചെറിയൊരു ചേഞ്ച് ആണെങ്കിൽ പോലും അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി എന്ന് വെച്ചാൽ എന്താണ്, കൂടുതലാണ്. അപ്പൊ അതിൻ്റെതായ പ്രാധാന്യം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എനർജി ഡിഫറൻസ് നോക്കാം, അല്ലെങ്കിൽ മാസ് ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. മാസ് ഡിഫറൻസ് വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ LHS വാല്യൂ മൈനസ് RHS ചെയ്ത് നോക്കാം. ഓക്കെ, LHS RHS ഞാൻ പ്രത്യേകിച്ച് എഴുതാൻ പഠിച്ചാണെങ്കിൽ ഇപ്പോൾ LHS RHS കൊടുത്ത് മനസ്സിലായല്ലോ എന്താണെന്ന്. LHS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ റിയാക്ടൻറ്റ് സൈഡ് ആണ്, RHS എന്ന് വെച്ചാൽ എന്താണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് സൈഡും ആയിരിക്കും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ LHS സൈഡ് ഉണ്ട്, മൈനസ് എന്ത് ചെയ്യണം, RHS സൈഡ് നമുക്ക് അവിടെ കൊടുക്കണം. ഓക്കെ, LHS മൈനസ് RHS കിട്ടാം. എന്നിട്ട് ദാറ്റ് ഈസ് 236.05 മൈനസ് 235.835 ഒന്നായിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇതിന്റെ ഒരു വാല്യൂ വരുന്നത് ചെയ്ത് നോക്കുക കാൽക്കുലേറ്റർ യൂസ് ചെയ്ത്, കാരണം നമുക്ക് എക്സാമിനേഷൻ എന്തായാലും ചെയ്ത് ഇവിടെ കാണിക്കണം. ഓക്കെ, ഇതിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനർജി റിലീസിന് ചോദിക്കാം അവിടെ, അപ്പോൾ അത് നമ്മളവിടെ ചെയ്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഈ ഒരു ഡിഫറൻസ് വരുന്നത് 0.21742 എന്നാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഒരു യൂണിറ്റിൽ വരും 0.21742. അപ്പൊ ഈ ഒരു മാസ് അല്ലെങ്കിൽ ഈ ഒരു മാസ് ആണ് എന്ത് ചെയ്ത് മാറിയത്, എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്ത് മാറിയത്. മനസ്സിലായോ അത്? അപ്പൊ നമുക്ക് ചെയ്ത സമയത്ത് ഒരു എനർജി ഡിഫറൻസ് വന്നു, ഇവിടെ ചെറിയൊരു വേരിയേഷൻ കാണിച്ചു. അതായത് ഇവിടുത്തെ ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് എനർജി, രണ്ടും തമ്മിൽ എമൗണ്ട് ഓഫ് എനർജി എത്രയാണ്, 0.2 എമൗണ്ട് ഓഫ് എനർജിയുടെ ഡിഫറൻസ് വന്നു. മാസ് എനർജി അല്ല, മാസ് ഡിഫറൻസ് വന്നു. അപ്പൊ ഈ മാസ് എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? ദിസ് വിൽ ബി കൺവേർട്ടഡ് ടു എനർജി. ഓക്കെ, ഈ മാസ് ഇത്രയും മാസ് മാത്രമാണ് എന്ത് ചെയ്തത്, എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പൊ ഇനി എത്രയാണ് ഈ എനർജി നോക്കി നോക്കാം. ഓക്കെ, നമ്മുടെ മാസ് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഈ മാസ് ചെറിയൊരു മാസ് അല്ലേ ഉള്ളൂ, 0.2 എന്ന് വെച്ചാൽ വലിയൊരു കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പൊ അത് എത്രയാണ് നമുക്ക് നോക്കാം. മാസത്തോട്ട് എനർജിയിലോട്ട് മാറ്റുമ്പോൾ, എനർജി ടേംസിലോട്ട് മാറ്റുമ്പോൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ദാറ്റ് ഇസ് E is equal to ഡെൽറ്റ mc സ്ക്വയർ. ഇതാണ് ഡെൽറ്റ എം എന്ന് പറയുന്ന വാല്യൂ. ഡെൽറ്റ എം ആണ് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഡെൽറ്റ എം സി സ്ക്വയർ കൊടുക്കണം. ഡെൽറ്റ എമ്മിന്റെ വാല്യൂ നമുക്കറിയാം 0.21742 ആണ്. സിയുടെ വാല്യൂ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് 3 × 10⁸8 മീറ്റർ/സെക്കൻഡ് ആണ് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ നോർമലി നമുക്കിപ്പോൾ നോർമൽ യൂണിറ്റ് ആണ് കിടക്കുന്നത്. ഇത് നമുക്ക് ഇനി മെഗാ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? മെഗാ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് മാറ്റാനായിട്ട് ഇപ്പൊ കിട്ടുന്ന ഈ വാല്യൂ, ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ, ദാറ്റ് ഈസ് 0.2142 into 3 × 10⁸8 c square into 931.3 divided by c square. ഓക്കെ, ഇതാണ് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് മാറ്റേണ്ട ഇക്വേഷൻ. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മെഗാ ഇലക്ട്രോണിലോട്ട് മാറ്റാൻ, അല്ലെങ്കിൽ നമുക്ക് ജൂൾസിലേക്ക് കിട്ടുള്ളൂ. മെഗാ ഇലക്ട്രോണിലോട്ട് മാറ്റേണ്ട ഇക്വേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ സി സ്ക്വയറും ഈ സി സ്ക്വയറും ക്യാൻസൽ ആവും. ബാക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ ആണ് നിയർലി ഈക്വൽ ടു 202.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, മെഗാ ഇലക്ട്രോൺ വോൾട്ട് മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയൊരു മാസ് ചേഞ്ച് ഉണ്ടായാൽ പോലും അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് ആ ഒരു സമയത്ത് ഏകദേശം 202.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വേരിയേഷൻ വരുന്നത്. നമ്മൾ നേരത്തെ ബൈൻഡിങ് എനർജി കർവ് യൂസ് ചെയ്ത് ചെയ്ത സമയത്ത് ഏകദേശം നമുക്ക് 212 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വന്നു. അപ്പോൾ നമുക്ക് ആ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. ആക്യുറേറ്റ് വാല്യൂ നമുക്ക് അത്രയും കിട്ടില്ല. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഓരോ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ മെത്തേഡ്സിൽ ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജീസ് ആയിരിക്കും നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് പക്ഷേ ഏകദേശം നിയർലി ഈക്വൽ ടു അല്ലേ? അപ്പോൾ അവിടെ നമുക്കൊരു 212 വന്നു, ഇവിടെ നമുക്ക് 202 വന്നു. അപ്പോൾ ഏകദേശം ഒരു കമ്പയറബിൾ റിലേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഒരു നോർമലി ഒരു ഫിഷൻ റിയാക്ഷൻ സമയത്ത് നമുക്ക് ഒരു ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നോർമലി ഒരു ഫിഷൻ റിയാക്ഷൻ സമയത്ത് എത്ര എനർജിയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്? ഒരു ഫിഷൻ റിയാക്ഷൻ സമയത്ത് നിയർലി ഈക്വൽ ടു ഒരു 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി എന്ത് ചെയ്യണം അവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഒറ്റവാക്കി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുക? ആ ഫിഷൻ റിയാക്ഷൻ സമയത്ത് ഏകദേശം 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്യും. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. ഒന്നുകിൽ എന്ത് ചെയ്യുക? ബൈൻഡിങ് എനർജി കർവ് യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മാസ് എനർജി റിലേഷൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക? ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ലാസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു ഒരു 1 കിലോഗ്രാം ഓഫ് യുറേനിയം ആറ്റം വയ്ക്കുന്ന സമയത്ത്, ഓക്കെ, 1 കിലോഗ്രാം യുറേനിയം വയ്ക്കുന്ന സമയത്ത് എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി വരും? അപ്പോൾ ഇതൊരു നോർമലി ഒരു ഫിഷൻ റിയാക്ഷൻ സമയത്ത് വരും എന്നാണ്. അപ്പോൾ ഒരു 1 കിലോഗ്രാം യുറേനിയം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് എനർജി വരും? നമുക്ക് കിലോ വോൾട്ടിൽ നമുക്ക് നോക്കാം. ഓക്കെ, കിലോ വോൾട്ട് പെർ അവറിൽ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എനർജി ഫ്രം 1 കിലോഗ്രാം യുറേനിയം. ഓക്കെ, 1 കിലോഗ്രാം യുറേനിയം യൂസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി നമുക്ക് അവിടെ റിലീസ് ചെയ്യുന്നു? അപ്പോൾ ഒരു 1 കിലോഗ്രാം യുറേനിയത്തിൽ എത്ര ഇതുണ്ടാവാം? ആറ്റംസ് ഉണ്ടാവും. 1 കിലോഗ്രാം യുറേനിയത്തിൽ എത്ര ആറ്റംസ് വരും? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ വെച്ചാണ് നമ്മൾ അവിടുത്തെ അവോഗാഡ്രോ നമ്പർ ബൈ 235 ചെയ്താൽ മതി. ഓക്കെ, അവോഗാഡ്രോ നമ്പർ ഡിവൈഡ് ബൈ 235 ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്കവിടെ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. ഓക്കെ, number of atoms in 1 kilogram uranium, that is equal to 6.023 into 10⁻26 divided by 235 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാമിൽ ഏകദേശം ഇത്രയും എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് ആണ് വരുന്നത്. അപ്പോൾ സോൾവ് ചെയ്യണ്ടേ? ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് എനർജി പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനർജി പ്രൊഡ്യൂസ്ഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫിഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഏകദേശം 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് അവിടെ റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫിഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ ഇവിടെ ഇത്രയും നമ്പർ ഓഫ് ആറ്റംസ് വെച്ച് എന്ത് ചെയ്യാം? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 1 കിലോഗ്രാമിൽ എത്ര എനർജി പ്രൊഡ്യൂസ് നമുക്ക് കിട്ടും? ദാറ്റ് ഈസ് എനർജി produced by 1 kilogram of uranium. Okay, അപ്പോൾ ഈസ് ഈക്വൽ ടു, ഇത് ശരിക്കും ഒരു നമ്പറിന്റെ എലമെന്റ് ആണ്. ഇപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുത്തില്ല എന്നേ ഉള്ളൂ. നമ്മൾ ചെയ്ത് നമ്പർ കിട്ടും. ഓക്കെ, ഇത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഡയറക്റ്റ് ആയിട്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് 6.023 into 10⁻26 divided by 235 into എന്ന് കിട്ടും 200. 200 എന്താണ് മനസ്സിലായോ പറയുന്നത്? 200 ആണ്. 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് ഒരു സമയത്ത് അവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഫിഷൻ നടക്കുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്നത് 200 ആണ്. അപ്പോൾ 100 ആറ്റംസ് ഉണ്ടെങ്കിൽ
100 ഫിഷൻ അവിടെ നടക്കാം. അപ്പോൾ 200 × 100 ചെയ്യും. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് ഇത് ശരിക്കും ഒരു നമ്പറാണ്, നമ്പർ എലമെന്റ് ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദിസ് വിൽ ബി ഈക്വൽ ടു 5.128 × 10⁻26 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഉണ്ടോ? അപ്പോൾ 1 കിലോഗ്രാം യുറേനിയം ഉണ്ടെങ്കിൽ ഇത്രയും എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കിലോ വോൾട്ടിൽ പറഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു തീവ്രത മനസ്സിലാവും. മെഗാ ഇലക്ട്രോൺ വോൾട്ട് കാട്ടി നമുക്ക് ഇതിനെ കിലോ വോൾട്ട്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കിലോ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ആദ്യം ഇതിനെ എന്ത് ചെയ്യാം, ഇതിനെ ജൂൾസിലോട്ട് മാറ്റുക. ജൂൾസിലോട്ട് മാറ്റിയിട്ട് ജൂൾസിലോട്ട് ആദ്യം മാറ്റാം. ദാറ്റ് ഇസ് അപ്പോൾ നമുക്ക് കിട്ടുന്ന E is equal to, ഇപ്പോൾ നമുക്ക് കിട്ടിയത് എത്ര വാല്യൂ ആണ്? ദാറ്റ് ഇസ് 5.12 × 10⁻26 into 1.6 × 10⁻13 ജൂൾസ് എന്ന് കിട്ടും. ഓക്കെ, ഇത് ചെയ്യുന്ന ജൂൾസിലോട്ട് കിട്ടും. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂൾസിലോട്ട് മാറ്റാനുള്ള ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ കിലോ വോൾട്ടിലോട്ട് മാറ്റണമെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ 3.6 × 10⁻6 ചെയ്ത സമയത്ത് എന്ത് കിട്ടും, ഇത് കിലോ വോൾട്ടിലോട്ട് മാറും. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.26 × 10⁻7 കിലോ വോൾട്ട് പെർ അവർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എമൗണ്ട് ഓഫ് എനർജിയാണ് എന്ത് ചെയ്യുന്നത് ഒരു പ്രാവശ്യം 1 കിലോഗ്രാം യുറേനിയം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഒക്കെ. അപ്പോൾ ഇലക്ട്രിസിറ്റി ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു മെത്തേഡിൽ നിന്നല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, വാട്ടർ സ്റ്റീം ടർബൈൻ കറക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് ഓഫ് എനർജി നമുക്ക് കൊണ്ടുവരാനായിട്ട് വേറെ ഒന്നിനും പറ്റില്ല. നമ്മൾ നോർമലി ഒരു കെമിക്കൽ റിയാക്ഷൻ അത് കഴിഞ്ഞാൽ ഒരു പ്യുവർ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺ വോൾട്ട് എനർജി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ കിലോ വോൾട്ട് പെർ എനർജി കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, എന്ത് ചെയ്യുക, ഫ്യൂഷൻ റിയാക്ഷൻ നടത്തുക. ഓക്കെ, അപ്പോൾ ഒരു സമയത്ത് അല്ലെങ്കിൽ 1 കിലോഗ്രാം യുറേനിയം കത്തുന്ന സമയത്ത്, അത് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇത്രയും എമൗണ്ട് 2.26 × 10⁻7 കിലോ വോൾട്ട് പെർ അവർ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നു അവിടുന്ന് റിലീസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതിന്റെ കൂടെ ഈ ഒരു എമൗണ്ട് ഓഫ് എനർജിയുടെ കൂടെ തന്നെ ഏകദേശം ഒരു 20% എനർജി എന്ന് പറയുന്നത് എല്ലാം നമുക്ക് എനർജി പ്രൊഡക്ഷൻ കിട്ടില്ല. ഓക്കെ, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടി എല്ലാം നമുക്ക് കിട്ടില്ല. ഇതിൽ 20% എനർജി എന്ന് പറയുന്നത് എന്താവും, എമിറ്റഡ് ന്യൂട്രോൺസിലോട്ട് പോകും. ഇവിടെ എമിറ്റ് ഒരു 3 ന്യൂട്രോൺസ് പോകുമല്ലോ, അപ്പോൾ ആ ന്യൂട്രോൺസിലോട്ട് എന്ത് ചെയ്യും, കുറച്ച് എനർജി പോകും. പിന്നെ കുറച്ച് ബീറ്റ റൈസ് ആയിട്ട് പോകാറുണ്ട്, അതുപോലെ തന്നെ ആൽഫ റൈസ് ആയിട്ടും ഗാമ റൈസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും, ആൽഫ റൈസ് ആയിട്ടല്ല ഗാമ റൈസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ന്യൂട്രിനോസും ഗാമ റൈസും ആയിട്ടൊക്കെ 20% ഓഫ് എനർജി പോകുന്നു. ബാക്കി ഏകദേശം ഒരു 80% നമുക്ക് അവിടെ റിയാക്ഷന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്ട്രിക്റ്റ്ലി ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് നോക്കി, അടുത്ത് ആ എനർജി റിലീസ്ഡിന്റെ ന്യൂക്ലിയർ ഫിഷൻ രണ്ട് മെത്തേഡ്സ് നമുക്ക് എങ്ങനെയാണ്, ഒന്ന് ബൈൻഡിങ് എനർജി കർവ് യൂസ് ചെയ്ത്, മറ്റൊന്ന് നമ്മുടെ E = mc² എന്ന റിലേഷൻ യൂസ് ചെയ്ത് ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ നോക്കിയത് ദാറ്റ് ഈസ് ദ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു 1 കിലോഗ്രാം യുറേനിയം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബോർ വീലർ തിയറിയും അതുപോലെ തന്നെ ചെയിൻ റിയാക്ഷൻ, ന്യൂക്ലിയർ ഫിഷൻ, ഓക്കെ, ചെയിൻ റിയാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.